ബ്രേക്ക്ഫാസ്റ്റിനായിട്ടോ വൈകുന്നേരം ചായയുടെ കൂടെയോ ഒക്കെ കഴിക്കാനായിട്ട് നമുക്ക് നല്ലൊരു ഊത്തപ്പത്തിൻ്റെ റെസിപ്പി തയ്യാറാക്കാമെന്നേ. റവ കൊണ്ടാണ് ഞാനിന്ന് തയ്യാറാക്കുന്നത്. നിങ്ങൾ ഒറ്റ പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്യാതിരിക്കല്ലേ. നല്ലൊരു തേങ്ങാ ചമ്മന്തിയും കൂടെ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. റവയും ടൊമാറ്റോയും ക്യാരറ്റും എല്ലാം കൂടെ വരുമ്പോഴേക്കും നല്ല ഹെൽത്തിയുമാണ്, വളരെ വളരെ സ്വാദുമാണ് കേട്ടോ. ഇനി ഈ ഊത്തപ്പം ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്നൊന്ന് നോക്കിയാലോ. 1 കപ്പ് റവയാണ് ഞാനിപ്പോൾ ഈ പാത്രത്തിലോട്ട് എടുത്തിരിക്കുന്നത്. 1/2 കപ്പ് വെള്ള അവലെടുത്തിട്ട് അതിൽ നികക്കെ വെള്ളമൊഴിച്ച് കുതിർത്ത് വെച്ചതാണ് ഇതിലോട്ട് ചേർത്തത്. പിന്നെ 1/2 കപ്പ് അധികം അങ്ങ് പുളിയില്ലാത്ത തൈര്, ചെറിയ പുളിയുണ്ട്. പിന്നെ ഇപ്പം ചേർത്ത് കൊടുത്തത് ഒരു 1/4 കപ്പ് വെള്ളം കൂടെയാണ്. ആദ്യം 1/4 കപ്പ് ചേർത്തു, അത് പോരാന്ന് തോന്നിയത് കൊണ്ട് ഇപ്പം വീണ്ടും ഒരു 1/4 കപ്പോട് ചേർത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് കറക്റ്റായിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിക്കാനുള്ള ആ ഒരു പരുവത്തിലായിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ചിട്ട് ഈ റവ നന്നായിട്ടൊന്ന് കുതിർന്ന് വരാനായിട്ട് അരമണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണേ. ഇപ്പോൾ ഈ പാത്രത്തിലോട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതിലോട്ട് കടലപ്പരിപ്പ് ഒരു 1/2 ടേബിൾ സ്പൂണും 1/2 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പും കൂടി ഇട്ട് ചെറുതായിട്ടൊന്ന് നിറം മാറാൻ തുടങ്ങുമ്പോഴത്തേക്കും 1/2 ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂൺ ജീരകവും കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് പൊട്ടിക്കഴിയുമ്പോഴേക്കും സാമാന്യം വലിപ്പമുള്ള ഒരു 10-15 കൊച്ചുള്ളി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരുന്നു. നിങ്ങൾക്ക് കൊച്ചുള്ളി എടുക്കാൻ പാടാണെങ്കിൽ ഒരു സവാളയുള്ളി കുത്തി അരിഞ്ഞാലും മതി കേട്ടോ. പിന്നെ അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ ഉപ്പും ഒരു 3 ചെറിയ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും 1/4 ഇഞ്ചിൻ്റെ ഒരു ചെറിയൊരു ഇഞ്ചി കഷ്ണം കുഞ്ഞായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്ത് ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റുകയാണ്. ഇപ്പോൾ പെട്ടെന്ന് എൻ്റെ കാര്യം പറഞ്ഞോട്ടെ. എൻ്റെ ഈ ചാനലും എൻ്റെ വീഡിയോയൊക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ നിങ്ങൾ പോയി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നല്ല റെസിപ്പികളുണ്ട്. അപ്പം നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോസ് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. ബാക്കിയെല്ലാം ഒരുമാതിരി നന്നായിട്ട് തന്നെ വഴന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു 2 തണ്ട് കറിവേപ്പില പൊടിയായിട്ട് അരിഞ്ഞതും സാമാന്യം വലിപ്പമുള്ള ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും ഒരു 1/4 ഭാഗം നല്ല വലിപ്പമുള്ളൊരു തക്കാളിയായിരുന്നു. അതിൻ്റെ ഏതാണ്ടൊരു 1/4 ഭാഗം അതിൻ്റെ അകത്തെ കുരുവെല്ലാം കളഞ്ഞിട്ട് ആ കട്ടിയുള്ള ഭാഗം മാത്രം പൊടിയായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് ഒന്ന് വഴറ്റി വരുന്നേ. നമ്മൾ റവ കൊണ്ട് ദോശ പോലെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ മുകളിലോട്ട് സ്ട്രെയിറ്റ് ആയിട്ട് ഇത് ക്യാരറ്റും തക്കാളിയും ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ. ചെറുതായിട്ടൊന്ന് വഴറ്റി കഴിഞ്ഞിട്ട് ചേർക്കുന്നതാണ് എനിക്ക് കുറേ കൂടെ ടേസ്റ്റായിട്ട് തോന്നിയത്. ഇനിയിപ്പം നമ്മുടെ കുതിരാനായിട്ട് വെച്ചിരുന്ന റവ എന്തുമാത്രമായെന്ന് നോക്കാം. ഇത് നോക്കിയാൽ നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട് കുതിർന്നിട്ട്. അപ്പം ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒഴിക്കുകയാണ്. ഒരു 1/2 കപ്പ് വെള്ളം കൂടിയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത്. പിന്നെ കുറച്ചും കൂടെ ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. അവലിലെ കുതിരാൻ വെച്ച വെള്ളമല്ലാതെ ഞാൻ മൊത്തമായിട്ട് ഇപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് 1 കപ്പ് വെള്ളവും പിന്നെ 1 ടേബിൾ സ്പൂണും കൂടെയാണ്. റവയുടെ കൂട്ടിലോട്ട് ചേർത്ത് കൊടുത്തത് 1 ടീസ്പൂൺ ഉപ്പാണ് മൊത്തമായിട്ട്. ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണേ. നിങ്ങൾ ഈ ഒരു തവിയിൽ ഒഴിക്കുമ്പോഴൊക്കെ ആ ഒരു മാവിൻ്റെ കൺസിസ്റ്റൻസി ശ്രദ്ധിച്ചോണം കേട്ടോ. വെള്ളം ഒരുപാട് കൂടുകയും ചെയ്യല്ല, ഒരുപാട് അങ്ങ് കുറയുകയും ചെയ്യല്ല. ഇപ്പം ഞാൻ ആ പാനിലോട്ട് എണ്ണ കൊണ്ട് നന്നായിട്ടൊന്ന് തടവി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് തന്നെ നെയ്യ് വെച്ചിട്ടും ചെയ്യാം കേട്ടോ. വഴറ്റുന്നത് തൊട്ട് നെയ്യ് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ കൂടെ ടേസ്റ്റാണ്. മീഡിയം ഫ്ലെയിമിൽ വേണം നമ്മൾ ഈ ഊത്തപ്പത്തിൻ്റെ കൂട്ടൊഴിച്ച് കൊടുക്കാനായിട്ട്. എന്നിട്ട് നമ്മൾ പരത്തുമൊന്നും വേണ്ട കേട്ടോ. അതിന് മുകളിലോട്ട് വെജിറ്റബിൾസ് സ്പ്രെഡ് ചെയ്ത് കുറച്ച് മല്ലിയിലയും കൂടെ വിതറിയിട്ട് കൊടുത്തിട്ട് മൂടി വെച്ച് ആ ഒരു വശം കുക്കായി കഴിയുമ്പോഴേക്കും മറുവശവും ഇട്ട് നമ്മളങ്ങ് കുക്ക് ചെയ്തെടുത്തേച്ചാൽ മതി. നല്ല ടേസ്റ്റാണ് കേട്ടോ. തേങ്ങാ ചമ്മന്തിയാണ് എനിക്കിതിൻ്റെ കൂടെ ഏറ്റവും ഇഷ്ടം. വേണമെന്നുണ്ടെങ്കിൽ തക്കാളി ചട്നിയോ സാമ്പാറോ എന്ത് വേണമെന്നുണ്ടെങ്കിലും ഉപയോഗിക്കാവുന്നതേ ഉള്ളേ. അതുപോലെ നമ്മൾ ഈ ഊത്തപ്പം ഉണ്ടാക്കിയെടുക്കുന്ന തവയിൽ പുരട്ടുന്നതല്ലാതെ നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് കുറേശ്ശെ എണ്ണയൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലൊക്കെ വളരെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാനിത് ചേർത്തില്ല എന്നുള്ളതേ ഉള്ളേ. ശരിക്കും നെയ്യും കൂടെ ചേർത്ത് ഇതുണ്ടാക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇരട്ടി ടേസ്റ്റും നല്ലൊരു മണവുമാണ് കേട്ടോ. അതുപോലെ ഞാൻ ഏറ്റവും ഈസി ആയിട്ടുള്ള തേങ്ങാ ചമ്മന്തിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിനകത്തൊരു 2-3 കൊച്ചുള്ളി അരിഞ്ഞിട്ട് വളരെ പൊടിക്കൊരു കഷ്ണം ഇഞ്ചിയും 2-3 പച്ചമുളകും ഇച്ചിരി കറിവേപ്പിലയും കുറച്ച് ഉപ്പും കൂടി ഇട്ട് വെറുതെ അടിച്ചെടുത്തിട്ടേ ഉള്ളൂ, താളിച്ചിട്ട് പോലും ഇല്ല കേട്ടോ. എനിക്ക് ഇങ്ങനെയുള്ളതിൻ്റെ കൂടെയൊക്കെ ഏറ്റവും ഇഷ്ടമുള്ളത് ഈ ഒരു ചട്നിയാണ്. അപ്പോൾ സാധിക്കുന്ന എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടൊന്നൊന്ന് അറിയിക്കുകയും കൂടി ചെയ്താൽ ഒരുപാട് സന്തോഷം. അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. താങ്ക്